ഇപ്പോൾ ടെസ്റ്റിമണി ടൈമാണ്. നമ്മുടെ പ്രിയ ഡോക്ടർ ഷെറി ഇന്ന് ടെസ്റ്റിമണി ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ ഷെറി കുമ്പനാടാണ് താമസിക്കുന്നത്. തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി, ദൈവത്തിന്റെ കരം, അതിനെക്കുറിച്ച് സാക്ഷിക്കുവാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവഭക്തരായ ഒരു അപ്പന്റെയും അമ്മയുടെയും മകനായി ജനിക്കുവാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. ചെറുപ്രായത്തിൽ ബോർഡിംഗ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 1 മുതൽ 6 വരെയുള്ള സ്കൂളിലൊക്കെ അപ്പന്റെ അമ്മയുടെ സ്നേഹമൊന്നും അനുഭവിക്കാതെ ബോർഡിംഗ് സ്കൂളിലായിരുന്നു. ആ സ്കൂളിൽ തിരുവല്ലയില് വാരിക്കാടുള്ള ബദേൽ ആശ്രമം, അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന ഒരു സിനിമ അവിടെ ഞാൻ പടം വരച്ച് കുഞ്ഞുങ്ങളോട് സുവിശേഷം അറിയിക്കുന്ന ശുശ്രൂഷകർ വന്ന് പഠിപ്പിക്കുമായിരുന്നു. ആ സിനിമ കണ്ടാണ് ഞാൻ എന്റെ ഹൃദയം തുറന്ന് യേശുവിനെ എന്റെ ഹൃദയത്തിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നത്. പ്രോബബ്ലി ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് ഞാൻ പല സ്കൂളുകളിലൊക്കെ മാറി, കോളേജുകളും ഒക്കെ പഠിച്ചു. പിന്നെ കാത്തലിക് സ്കൂളുകളിൽ പഠിച്ചു. പിന്നെ അങ്ങനെ അപ്പോ അത് കഴിഞ്ഞുള്ള എന്റെ യാത്രയെല്ലാം ഇങ്ങനെ സ്വന്തമായിട്ടുള്ള യാത്രയായിരുന്നു. മാതാപിതാക്കളുമായിട്ടൊന്നും അങ്ങനെ കൂടുതലായിട്ടുള്ള കൂട്ടായ്മയ്ക്കൊന്നും അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഈ പാപവും നന്മയും തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് എപ്പോഴും എന്റെ മുൻപിൽ വരുമ്പോൾ എന്റെ ഹൃദയത്തിൽ എപ്പോഴും നന്മ തിരഞ്ഞെടുക്കുവാനുള്ള തീരുമാനം വന്നുകൊണ്ടിരുന്നത്. പാപം ചെയ്തു കഴിയുമ്പോൾ എനിക്ക് എപ്പോഴും അകത്ത് കുറ്റബോധം, പാപം ചെയ്തു അയ്യോ എന്നുള്ള ഒരു സങ്കടം. എനിക്ക് അതൊന്നും അറിയത്തില്ലായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നത്, ആ 2ാം ക്ലാസ്സിൽ യേശുവിനെ എന്റെ ഹൃദയത്തിന്റെ രക്ഷകൻ കർത്താവുമായി സ്വീകരിച്ചപ്പോൾ എന്റെ ഉള്ളത്തിൽ പെർമനന്റ് ഡെപ്പോസിറ്റ് ആയിട്ട് വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നെ ഈ സത്യത്തിൽ വഴി നടത്തിയത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധം സ്വന്തമായി എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ദൈവത്തോട് റിപ്പന്റ് ചെയ്തുകൊണ്ടിരിക്കും. പാപം ചെയ്യും, പക്ഷെ റിപ്പന്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ എന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുതന്ന ഒരു സ്നേഹിതനുണ്ട്. ഇന്നും ആ സ്നേഹിതൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ സ്നേഹിതന്റെ പേരാണ് പ്രാർത്ഥന. പ്രയർ ഈസ് മൈ ഫ്രണ്ട്. ആ 2ാം ക്ലാസ് മുതലേ തുടങ്ങിയ സ്നേഹിതൻ. 2 ക്ലാസ് മുതലേ ഞാൻ ഇങ്ങനെ, കാരണം എനിക്ക് ആരുമില്ല, പഠനം എനിക്ക് വലിയ സ്ട്രഗിളാണ്. എത്ര പഠിച്ചാലും വലിയ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, മാതാപിതാക്കളില്ല, ആരോടും ഞാൻ പങ്കുവച്ചിട്ടില്ല, കൂട്ടുകാരോടൊന്നും. പിന്നെയോ ഞാൻ പ്രാർത്ഥിച്ച് 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 കൊച്ചുനാള് മുതലേ ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഞാൻ എവിടെ പോയാലും ഒക്കെ പ്രാർത്ഥിക്കും. പള്ളിയിൽ പോയിരുന്ന കണ്ണു തുറക്കത്തിൽ അവിടെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും. എന്റെ പിതാവായിരുന്നു അവിടുത്തെ ഓർഗനിസ്റ്റ്. അപ്പൊ ഡാഡി ചർച്ച തുടങ്ങുന്ന 1/2 മണിക്കൂർ മുമ്പേ അവിടെ ചെന്ന് ഓർഗൻ തുടങ്ങും. ഞാൻ അവിടെ വെളിയിലങ്ങും കറങ്ങി നടക്കത്തില്ല, അകത്ത് കയറി അങ്ങ് പ്രാർത്ഥന. ഡാഡിക്ക് ഒരു കംപ്ലൈന്റ് ആയിരുന്നു, ഇവൻ ചർച്ചിൽ പോയ കണ്ണ് തുറക്കത്തേയില്ല, ആരെയും കാണത്തില്ല, എപ്പോഴും കണ്ണടച്ചെങ്കിരിക്കും, അവിടെ വന്നവരെ ഒന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് ടൂറ് പോയാല് വെള്ളാങ്കണ്ണി പള്ളിയിൽ പോയാൽ അവിടെ പോയിരുന്ന പ്രാർത്ഥിക്കും. ഏത് പള്ളിയിൽ പോയാലും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ടെറസേ പോയിരുന്ന് പ്രാർത്ഥിക്കും. റൂമിലിരുന്ന് പ്രാർത്ഥിക്കും. ഇതെന്റെ ഒരു ഫ്രണ്ടായിട്ട് അങ്ങ് മാറി. അപ്പോ പരാജയപ്പെട്ടു പോകാൻ സാഹചര്യം ഉണ്ടായിരുന്ന എല്ലാ ഇടങ്ങളിലും ഞാനിങ്ങനെ ജയിച്ച് മുന്നോട്ടങ്ങ് പോയി. തോൽക്കാൻ ഒരു ആൾ ആ ക്ലാസ്സിലുണ്ടെങ്കിൽ ഞാനായിരുന്നു. MBBSന് ഫസ്റ്റ് MBBS ഞാൻ ചെന്നപ്പോൾ ബയോകെമിസ്ട്രിയുടെ ഫസ്റ്റ് സെഷനിൽ എക്സാം, ഓണം എക്സാം, അല്ലെങ്കിൽ ഫസ്റ്റ് 3 months കഴിഞ്ഞപ്പോൾ എക്സാം വന്നപ്പോ 100ൽ 16 മാർക്ക്. എല്ലാവർക്കും 50ന് മേളിലാണ് മാർക്ക്. ഞാനിവിടെ കോളേജിലെ റാങ്ക് ഹോൾഡറായിട്ട് ചെന്നതാ. അവിടെ ചെന്ന് ഇത് കണ്ടപ്പം ദൈവമേ ഇതെന്തുവാ ഇത്? ഇതായിരുന്നു എന്റെ അങ്ങോട്ടുള്ള യാത്ര. ആ ഒരു ദാരിദ്ര്യം എന്നെ പ്രാർത്ഥനയുമായിട്ട് അങ്ങ് ഹുക്കാക്കി. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഞാൻ എല്ലായിടങ്ങളും ജയിച്ച് മുന്നോട്ട് പോയി. ഒരിടത്ത് ഒരു എക്സാം ഞാൻ തോറ്റില്ല. ഫസ്റ്റ് ചാൻസിൽ തന്നെ MBBS ക്ലിയർ ചെയ്തു. സർജറിക്ക് ഞാൻ ആക്ച്വലി ടോപ്പ് മാർക്ക് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് MS ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്തു. DNB എക്സാമിനേഷൻ വന്നപ്പോൾ അതൊരു അന്നത്തെ കാലത്ത് അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എക്സാമാണ്. അന്ന് ആ എക്സാമിനേഷൻ സെന്ററിലെ ടോപ്പറായിട്ട് ഞാൻ വന്നു. ഇതെന്റെ കഠിനാധ്വാനം, പിന്നെ പ്രാർത്ഥന, ഇതുകൊണ്ട് സംഭവിച്ച ഒരു മിറക്കിളാണ്. ഇന്ന് ചിലരൊക്കെ എന്റെ OP യിൽ വന്ന്, ചിലരെ അങ്ങോട്ടും ഇവിടുന്നൊക്കെ വന്ന് പറയും ഇദ്ദേഹം ഒരു അതോറിറ്റിയാണെന്ന് പറയും. ഞാൻ ഉള്ളിലിരുന്ന് ചിരിക്കും, ദൈവമേ ഇവരെന്തോ പറയുന്നത്. ഈ ദൈവം എന്റെ ലൈഫിൽ ചെയ്ത അത്ഭുതം. ഇങ്ങനെ പ്രാർത്ഥിച്ച് നടന്ന സമയത്ത് ദൈവം കൊണ്ടു തന്ന ഒരു പ്രഷറാണ് എന്റെ ഭാര്യ. അന്ന് കല്യാണം കഴിച്ച് കിട്ടിയപ്പോ അയ്യോ ഇതെങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പിടിയും കിട്ടിയില്ല. ഇതൊരു വലിയ നൂലാമാലയായിപ്പോയി. എന്ന് പറഞ്ഞാൽ എനിക്കാണ് ദേഷ്യപ്പെടാനല്ലാതെ വേറൊന്നും അറിയത്തില്ല. ദേഷ്യപ്പെടാനും ഉപദേശിക്കാൻ
ഈ സഹോദരിയാണെങ്കിൽ ഇതുപോലെ സ്നേഹമില്ലാത്തൊരു മനുഷ്യനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയ്യോ, ഞാൻ ഇടയ്ക്ക് പറയും നമുക്കിതൊക്കെ നിർത്താം. എന്നാൽ എന്റെ ദൈവം, ഞാൻ പ്രാർത്ഥിച്ച് 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 കൊണ്ട തന്ന ദൈവം ഈ ബന്ധത്തെ എന്റെ മധ്യത്തിൽ ഇറങ്ങി. ഈ 32 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഓരോ ദിവസം കഴിയുന്തോറും എന്റെ ഭാര്യയുടെ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും എന്റെ ഭാര്യയോടുള്ള പ്രേമവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചില ദിവസം വിചാരിക്കും, ഇന്നലത്തിനേക്കാളും സൗന്ദര്യമാണല്ലോ ഇന്നും എനിക്ക്. ഇത് ഞാൻ അതിശയോക്തി പറയല്ല, സത്യമായ കാര്യമാണ് പറയുന്നത്. അത്ഭുതകരമായ 3 പിള്ളേരെ ദൈവം തന്നു, ഒന്നിനൊന്നിനും മിടുക്കന്മാർ. ഈ പിള്ളേര് വിശ്വാസത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതിന്റെ റീസൺ ഈ സഭയാണ്. ഈ സഭയിലേക്ക് ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ മക്കളെ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. എന്റെ ജീവിതയാത്രയിൽ ഞാൻ ചെയ്ത ഒരു അബദ്ധമുണ്ട്, ഒത്തിരി വർഷം ചെയ്യാതൊരു അബദ്ധം. ഈ വചനം പഠിച്ചില്ല. തിരുവചനം ഞാൻ പഠിക്കാൻ ഞാൻ അലംഭാവം കാണിച്ചു എന്നൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒത്തിരി വയസ്സ് വരെ ഞാനൊരു അകലം വിട്ടാ ദൈവത്തിന്റെ കൂടെ നടന്നത്, ഒരു ഗ്യാപ്പ് ഇട്ടാ നടന്നത്. കാരണം ദൈവത്തിന്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് പേടിയാണ്. ദൈവത്തിന്റെ നന്മയെക്കുറിച്ചുള്ള അറിവ് എനിക്ക് ലഭിച്ചിട്ടില്ല. എന്റെ പാരമ്പര്യവും എല്ലാം എനിക്ക് ദൈവത്തിന്റെ അടുത്ത് പോകുന്നതിനോട് പേടിയാണ്. എന്നാൽ ദൈവത്തിന്റെ കൂടെ തന്നെ നടക്കും, പക്ഷെ അകലം വിട്ട് നടക്കും. ഇന്ന് എനിക്ക് തിരിച്ചറിയുന്നത് ഈ പുസ്തകം പഠിക്കാഞ്ഞതിന്റെ കുഴപ്പമാണ്, ദൈവവചനം വായിക്കാഞ്ഞതിന്റെ കുഴപ്പമാണ്, എന്റെ ഡിലേ ഉണ്ടായി. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത മൂലം ഓരോ ദൈവ പുരുഷന്മാരെ ദൈവം എന്റെ അടുത്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നു, വിശുദ്ധന്മാരെ. അവരെ നോക്കി ഞാൻ എന്റെ വിശുദ്ധ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. വ്യക്തികളാണ് എന്നെ ദൈവവചനം പഠിപ്പിച്ചത്, വിശുദ്ധന്മാർ, മെന്റേഴ്സിനെ ദൈവം എന്റെ കൈ കൊണ്ടുതന്നു. അവസാനം ALFC ചർച്ചിലും കൊണ്ടെത്തിച്ചു. വന്ന സമയത്ത് ഞാൻ അവിടെ ആയിരുന്നോണ്ടിരുന്നേ. ഞാനൊരു കാഴ്ചക്കാരനായിരുന്നു. എനിക്ക് ഈ ബഹളവും ഈ നീണ്ട ആരാധനയൊക്കെ ഭയങ്കര അരോചകമായിരുന്നു. എന്നാൽ അവിടുന്ന് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഒരു മകനാണ്. പാസ്റ്റർ അജിത്തിനോടുള്ള എന്റെ മനോഭാവം, ഒരു മകനാണ് ഞാൻ, അദ്ദേഹം എന്റെ പിതാവാണ്. എപ്രകാരമാണോ ഒരു മകൻ ഒരു പിതാവിനെ ആദരിക്കുന്നത്, ഒരു പിതാവിനെ അനുസരിക്കുന്നത്, ഒരു പിതാവിനെ ബഹുമാനിക്കുന്നത്, ഒരു പിതാവിനെ സ്നേഹിക്കുന്നത്, ആ മനോഭാവത്തിലാണ് ഞാൻ ഇന്ന് പാസ്റ്റർ അജിത്തുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നത്. ഞാൻ ഇന്ന് ആരാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഞാൻ ഒരു ദൈവത്തിന്റെ മകൻ മാത്രമല്ല, ഞാനൊരു ആരാധകനാണ്. ഐ എം എ വർഷിപ്പർ. ഈ മൈക്ക് പിടിച്ച് ചെയ്യുന്നതല്ല എന്റെ താല്പര്യം. മൈക്കൊന്നുമില്ലാതെ അവിടെ വന്നിരുന്ന്, അവിടെ നിന്ന് ബഹളമുണ്ടാക്കി, നൃത്തം ചെയ്ത്, വലിച്ചു കൂക്കി വിളിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കുന്നതാണ് എന്റെ ഹൃദയം. ഇതിനിടയ്ക്ക് മൈക്ക് എന്റെ കയ്യിൽ തന്നാൽ ഈ മൈക്ക് കിട്ടിയും അത് തന്നെ ഞാൻ തുടരും. ഇപ്പോഴും അതാ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രസംഗങ്ങളും എന്റെ സംസാരവും ആരാധനയുടെ ഒരു എക്സ്റ്റൻഷൻ. ഈ കാലയളവിൽ ദൈവം എന്റെ ചെയ്ത ഒരു വലിയ അത്ഭുതം, സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ദൈവം തരും. ഈ കാലയളവിൽ ഒരു 2 മാസത്തിനിടയ്ക്ക് ദൈവം എനിക്ക് തന്ന ഇൻസ്ട്രക്ഷൻസ് ഞാൻ നിങ്ങളോട് പറയാം. പിശാചിന് എന്റെ മേലുള്ള തന്ത്രങ്ങളെ കുറിച്ചൊരു ഇൻസ്ട്രക്ഷൻ ദൈവം തന്നു. ഒന്ന്, അൺഫോർഗീവ്നെസ്. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ് വെച്ചുകൊണ്ടിരുന്നാൽ പിശാച് അവിടെ ജയിച്ചു. 2, ഞാൻ ഭയപ്പെട്ടാൽ ഭയം. 3, കുറ്റബോധം. ഈ 3 കാര്യങ്ങളിൽ ഇത് വെച്ചാണ് പിശാച് എന്റെ ലൈഫിൽ കളിക്കുന്നത്. ഇതിനുള്ള ആന്റിഡോട്ട്, അല്ലെ ഇതിനുള്ള ആയുധവും ദൈവം തന്നു. ഈ ബിറ്റർനെസ്സിനുള്ള ആയുധം അൺകണ്ടീഷണൽ ഫോർഗീവ്നെസ്. നേരത്തെ ഞാൻ ക്ഷമിക്കും, പക്ഷെ അവൻ ക്ഷമ ചോദിച്ചില്ലെങ്കിൽ അത് ഓർത്തു വെക്കും. ക്ഷമിക്കും, പക്ഷെ മറക്കത്തില്ല, അവൻ ക്ഷമ ചോദിച്ചിട്ടില്ല എന്നുള്ളത് എന്റെ മനസ്സിൽ ഞാൻ. എന്നാൽ ദൈവം പറഞ്ഞു, അങ്ങനല്ല. പിന്നെയോ, കർത്താവിന്റെ കൈകളിൽ ആണി കടന്നപ്പോൾ, 2 കാലുകളിലും ആണി കടന്നപ്പോൾ, മുഖത്ത് തുപ്പല് കടന്നപ്പോൾ ആരും ഒന്ന് ആണി ഊരി മാറ്റിയില്ലല്ലോ, ആരും ആണി ഊരി മാറ്റിയില്ലല്ലോ, ആരും മുഖത്ത് തുടച്ചില്ലല്ലോ. ആ സമയത്ത് യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെയെങ്കിൽ നിന്റെ സ്റ്റാൻഡ് അവൻ ക്ഷമ ചോദിച്ചാലല്ല, അവൻ എങ്ങനെയും പൊക്കോട്ടെ, ഒരു നിബന്ധനയും ഇല്ലാതെ യു നീഡ് ടു ഫോർഗിവ് ഹിം. ഭയത്തിനോടുള്ള മറുമരുന്നായിട്ട് ദൈവം എനിക്ക് റെവലേഷൻ തന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദി പ്രോമിസസ് ഓഫ് ഗോഡ്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. കുറ്റബോധത്തിനുള്ള ദൈവത്തിന്റെ കുറ്റബോധം, ഞാൻ തെറ്റ് ചെയ്തു, വൈകി വന്നാലും തെറ്റ് ചെയ്തല്ലോ, ഇങ്ങനെയുള്ള കുറ്റബോധം, അതിനുള്ള പ്രതിവിധി യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. വിളി കൊണ്ട് ഞാനൊരു ഇവാഞ്ചലിസ്റ്റാണ്, ഞാനൊരു സുവിശേഷകനാണ്. ഈ സഭയിൽ സംഭവിക്കുന്നത് ഈ വിളിയുടെ മേലുള്ള അഭിഷേകം വന്ന് വീണുകൊണ്ടേയിരിക്കുക.
വന്ന് വീണുകൊണ്ടേയിരിക്കുക. എന്റെ വിളി, ഐ എം എൻ ഇവാഞ്ചലിസ്റ്റ്. ഫോർ മെനി ഇയേഴ്സ് ഐ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ഗോസ്പൽ. ഇന്നലെ ഞാനൊരു ഹൈന്ദവ സഹോദരിയോട് സുവിശേഷം പറഞ്ഞ് ട്രാക്ട് കൊടുത്ത് ബൈബിള് കൊടുത്തു. അപ്പൊ അവരത് അവരുടെ നെഞ്ചത്തോട്ട് ഇങ്ങനെ വെച്ചു. ദൈവമേ, ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇവിടെ വന്നത്. അവര് ഹൈന്ദവരാ. ഞാൻ അവരുടെ ട്രാക്ട് കൊടുത്തു, ബൈബിള് കൊടുത്തു, എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവര് പറയുക, എന്റെ ദൈവമേ, ഇതിനായിട്ടൊന്നല്ല, ഇതെന്റെ വിളിയാ. പക്ഷെ ഇതിന്റെ മേലുള്ള അഭിഷേകം, ഇതിന്റെ മേലുള്ള അനോയിന്റിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അത് ഞാൻ തിരിച്ചറിയുന്നു. എനിക്കൊരു മടിയില്ല. ഒരു 10-15 മിനിറ്റ് ഒരാൾ ചുമ്മാ എന്റെ അടുത്ത് വന്നിരുന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ, അവനൊരു എൻകൗണ്ടർ ഉണ്ടാകും. ദാറ്റ് ഹാസ് ബിക്കം മൈ ലൈഫ് സ്റ്റൈൽ. ഇവിടെ നടക്കുന്നത് എൻകൗണ്ടേഴ്സ് ആണ്. ഈ പ്രയർ ഓൾട്ടർ സർവീസ് എന്റെ ഭവനമായി മാറി. ഒരു പ്രാർത്ഥന, ദൈവമേ ഒരിക്കലും നിന്നു പോകല്ലേ, ഈ പ്രയർ ഓൾട്ടർ സർവീസ് ഒരു കാരണവശാലും നിന്നു പോകല്ലേ. എന്റെ ഹൃദയത്തിൽ ഇത് പ്രാർത്ഥന. ഇന്ന് എന്റെ ശരീരം ഞാൻ കർത്താവിന് കൊടുത്തിരിക്കുക. ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും മറുപടി പറയും. അന്നേരം ദൈവം എന്നോട് പറയും, നീ ഇപ്പം പറഞ്ഞത് എന്നോട് ചോദിച്ചിട്ടല്ല പറഞ്ഞത്, ഇത് നിന്റെ ശബ്ദമാണ്. എന്നോട് ഇങ്ങനെ കറക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഈ നാവ് യേശുവിന് സംസാരിക്കുവാനുള്ള ഒരു അവയവം. ഞാൻ ചോദിക്കും, എന്താ പറയേണ്ടത്? പലപ്പോഴും പറയും, ഒന്നും മിണ്ടണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ ഒന്നും മിണ്ടത്തില്ല. മിണ്ടാൻ അകത്തുനിന്ന് ഡ്രൈവ് ഉണ്ടെങ്കിലും ഐ ആസ്ക് ഹിം, വാട്ട് ഷുഡ് ഐ ടോക്ക്? കർത്താവ്, ഞാൻ എന്തെങ്കിലും പറയണോ? ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടത്തില്ല, കേട്ടിരിക്കത്തേ ഉള്ളൂ. എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ അത് പറയും. ദിനം പ്രതി ഞാൻ ബൈബിൾ സ്റ്റഡി എടുക്കുന്നുണ്ട്. ബൈ ഡിഫോൾട്ട്, അറിയാതെ തന്നെ. ഇത് വൈകുന്നേരം നോക്കില്ല, ഇന്നും ഞാൻ ബൈബിൾ സ്റ്റഡി നടത്തി, ഇന്നലെയും ബൈബിൾ സ്റ്റഡി നടത്തി. ദൈവം തമ്പുരാൻ ഒരാളെ ആയിരിക്കും, ചിലപ്പോൾ 2 പേരെ ആയിരിക്കും. അങ്ങനെ ആൾക്കാരെ എന്റെ അടുത്തോട്ട് കൊണ്ടുവരും. ഇന്ന് എനിക്കൊരു സ്വപ്നമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകണം. അതിന്റെ അർത്ഥം കർത്താവ് എന്നോട് പറഞ്ഞത്, പിതാവായ ഞാനും പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും ഒന്ന് ആയിരിക്കുന്നത് പോലെ നീയും നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞുങ്ങളും ഒന്നായിരിക്കണം. എപ്രകാരം പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് തമ്മിൽ ആദരിക്കുന്നു, എപ്രകാരം ഇവർ തമ്മിൽ കീഴ്പ്പെടുന്നോ, എപ്രകാരം ഇവർ തമ്മിൽ സ്നേഹം ഉണ്ടോ, അതുപോലെ എന്റെ ഭവനത്തിൽ ഈ പിതാവേ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ എന്റെ കുടുംബത്തിലും ഞങ്ങൾ ഒന്നായിരിക്കും. ഇത് ഞാനിവിടെ റിലീസ് ചെയ്യുമ്പോൾ ദൈവം കേൾക്കുന്നു, ദൂതന്മാർ ഏറ്റെടുക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി അറിയുന്നു. ഈ മനോഭാവം കൊണ്ട് ഞാൻ സഭയിൽ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. Thank you, Dr. Sherry, for the blessed time, blessed worship, blessed testimony. And he is a living testimony to many patients. ആ OPD വരുന്നവര് യേശുവിനെ കണ്ടിട്ടാണ് നോർമലി പോകുന്നത്. ഡോക്ടറെ കാണുന്നതിലും കൂടുതലായിട്ട് യേശുവിനെ കാണിക്കാൻ ഡോക്ടർ ട്രൈ ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം.